ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഷിംല യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഷിംലയിലത്തെ മാൾ റോഡിലാണ്. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ മാൾ റോഡിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് പോവാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ മാൾ റോഡിൽ തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ കുഫ്രിയിൽ പോയിട്ട് തിരിച്ച് വന്ന് ഹോട്ടൽ റൂമിൽ ഫ്രഷായി ഇപ്പോൾ മാൾ റോഡിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മാൾ റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു വാക്ക് വേ ആണ്. ഇപ്പോൾ വാഹനങ്ങൾക്കൊന്നും എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എമർജൻസി വെഹിക്കിൾസ്, അതായത് ആംബുലൻസ്, പോലീസ് പോലെയുള്ള എമർജൻസി വെഹിക്കിൾസും പിന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ വാഹനങ്ങൾക്കും മാത്രമാണ് പെർമിഷനുള്ളത്. ഇപ്പോൾ ഇത് ക്ലാക്സ് ഹോട്ടലാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ. പക്ഷെ അതിപ്പോൾ മെയിൻ്റനൻസിലാണ്. ഇത് ഷിംലയുടെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വടക്ക് നോക്കി യന്ത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷനൊക്കെ മനസ്സിലാക്കി ഷിംലയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാം. ഇപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ബെഞ്ചസൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഷിംലയുടെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. 3 ഡിഗ്രി തണുപ്പ്, അതിൻ്റെയാണ് തണുത്ത് തുറക്കുന്നത്. അതുകൂടാണ്ട് കാറ്റും, 3 ഡിഗ്രീൻ്റെ കൂടെ കാറ്റും. ക്യാപ്പൊക്കെ നല്ലോണം ഇട്ടോട്ടാ. ഈ പിള്ളേർ കട അന്വേഷിച്ചാൽ തോന്നി ഇത്ര ഉഷാറിൽ പോകുന്നത്. ഇതേത് ബാങ്ക്? RBL ബാങ്ക്, ഷിംല ബ്രാഞ്ച്. ലാ താൽബോട്ട് ഹോട്ടൽ, ഫുൾ ഹോട്ടൽ ആണ് അല്ലേ. ഡു നോട്ട് യൂസ് പോളിത്തീൻ ക്യാരി ബാഗ്. ദ സെയിം വിൽ ഇൻവൈറ്റ് എ പെനാൾട്ടി അപ് ടു RS 5000. അതൊന്ന് ആക്ച്വലി തുടങ്ങുന്നത് അല്ലേ. ഹോട്ടൽ വില്ലോ ബ്ലാങ്ക്സ്, ഷിംല ബ്രൂയിങ് കമ്പനി. ഫ്രഷ് ബിയർ ബ്രൂഡ് ഹിയർ. ഇത് നോക്കടി, ട്രെയിൻ കൽക്ക ഷിംല. ഇതിനകത്താണ് നമ്മൾ പോകേണ്ടത് നാളെ. സ്കൈ ബാർ, കോക്ടൈൽ ആൻഡ് ശിഷ്ട. ഇത് ഷിംല ബ്രൂയിങ് കമ്പനി. ദോശ ഇഡലി സൗത്ത് ഇന്ത്യൻ, 8:30 AM to 10:30 PM. നാളെ രാവിലെ ഇവിടെ നിന്ന് അയക്കാട്ടാ. ഇൻട്രൊഡ്യൂസിങ് ഷിംലാസ് ഫസ്റ്റ് ഗലാറ്റോ ആൻഡ് ഡെസേർട്ട് കഫേ. ഈ മാൾ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. നിറയെ കടകളും സൊവനീർ ഷോപ്പുകളൊക്കെ ആയിട്ട്, പിന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സും ഉണ്ട്. നമ്മൾ ഇന്ത്യയിലത്തെ ഏത് ഹിൽ സ്റ്റേഷനിൽ പോയാലും അവിടെ ഒരു മാൾ റോഡ് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഈ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ എറയുടെ ഒരു ലെഗസിയാണ് ഈ മാൾ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പം നിങ്ങൾ മണാലിയിൽ പോയാലും ഗാങ്ടോക്കിൽ പോയാലും ഊട്ടിയിലും ഡാർജിലിങ്ങിലും ഒക്കെ ഒരു മാൾ റോഡ് കാണാം. എല്ലാ മാൾ റോഡിലും ഇതേപോലെ വാഹനങ്ങൾക്ക് എൻട്രി ഇല്ലാണ്ട് വാക്ക് വേ മാത്രമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് ട്രൈ സ്മൂത്ത് ചിൽഡ് റം കോഫി. അതെനിക്ക് നാളെ രാവിലെ ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു കേട്ടോ. തിരിച്ചു വാങ്ങിക്കാം. തേങ്ങയല്ലേ വെക്കുന്നു. തേങ്ങാപ്പൂൾ, അതിന് വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാർവജനിക ശൗചാലയമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ ഇന്ദിരാഗാന്ധി സ്റ്റേറ്റ് സ്പോർട്സ് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ സ്പോർട്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ഹിമാചലിൻ്റെ സ്പോർട്സിൽ ഒരു വലിയ പങ്ക് ഇത് വഹിക്കുന്നുണ്ട് ആക്ച്വലി. പഷ്മിന ഷോൾ. നമ്മൾ വെറും വിൻഡോ ഷോപ്പിംഗ് ആണ് അല്ലേ. അതെ, നമ്മൾ ഓൺലി വിൻഡോ ഷോപ്പിംഗ്. അയ്യോ താജു സൂക്ഷിച്ച്. അറിയില്ല, അപ്പോൾ ഞാൻ നോട്ടം കണ്ടിട്ട് അങ്ങനെ. ഈ സോക്സ് എനിക്ക് വേണമായിരുന്നു. ഇത് എത്ര? ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ഹിൽ സ്റ്റേഷൻസും ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാപിറ്റലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവർ ഈ എല്ലാ ഹിൽ സ്റ്റേഷൻസിലത്തെയും ഒരു പ്രത്യേക സ്ഥലം ബ്രിട്ടൻ്റെ ഒരു കുഞ്ഞ് വേർഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളാണ് ഈ ദി മാൾ എന്നറിയപ്പെടുന്ന മാൾ റോഡുകൾ. അപ്പോൾ മാൾ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ പബ്ലിക് വാക്ക് വേ അല്ലെങ്കിൽ പ്രൊമനേഡ്, അതായത് സഞ്ചാരപാത എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഇംഗ്ലീഷ് സെറ്റിൽമെൻറ്റ് ഇവരെല്ലാ ഹിൽ സ്റ്റേഷൻസിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതെന്തിനാന്ന് വിചാരിച്ചാൽ ഇവരുടെ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇടപഴകലിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു വാക്ക് വേ, അതായത് വേറെ വാഹനങ്ങളുടെ ശല്യമൊന്നും ഇല്ലാണ്ട് അങ്ങനെ സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഈ കൊളോണിയൽ കാലത്തൊക്കെ നോർമൽ പബ്ലിക്കിന് ഈ സ്ഥലം ആക്സസിബിൾ ആയിരുന്നില്ല. ബ്രിട്ടീഷ് ഓഫീസേഴ്സിനും അവരുടെ ഫാമിലിക്കും വേണ്ടി മാത്രമായിട്ടാണ് ഇവർ മാൾ റോഡ് ആക്ച്വലി ഡിസൈൻ ചെയ്തത്. അവർക്ക് നടന്ന് പരസ്പരം സോഷ്യലൈസ് ചെയ്ത് അങ്ങനെ ഒരു എലൈറ്റ് ലിഷർ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാൾ ഉപയോഗിച്ചിരുന്നത്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇഷ്ടംപോലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് ജെയിനാണോ? ജെയിൻ ഫുഡ് ഓൾസോ അവൈലബിൾ ആണ്. എത്രയാണ്? പോകെ പോകെ ഈ മാൾ റോഡ് എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ്റെ ഹേർട്ടായി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചേർച്ചസ്, പിന്നെന്താണ് ക്ലബ്സ്, ലൈബ്രറീസ്, ഗവൺമെൻറ് ഓഫീസ്, ഇതൊക്കെ നമുക്ക് ഈ മാൾ റോഡിൻ്റെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആക്സസിബിൾ ആവുന്ന ഒരു സ്ഥലമായിട്ട് മാൾ റോഡ് മാറി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഹിൽ സ്റ്റേഷനിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവല്ലേ. അപ്പോൾ എല്ലായിടത്തും കടകളും ഈ കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലാറ്റായ സ്ഥലം കണ്ടുപിടിച്ച് എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ഒരു സ്ഥലത്താവുന്നതും കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് ഞങ്ങൾ ഒരു ആർട്ടിഫാക്ട് ഷോപ്പിൽ കയറിയതാണേ. ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് കണ്ടത് മോത്തിന് നല്ലോണം ഇഷ്ടമായി. ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് വാൾനട്ടിൻ്റെ മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, നല്ലോണം ഡ്യൂറബിളാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആവശ്യം ഇല്ലാത്തപ്പോൾ അതിങ്ങനെ അടച്ചു വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ തുറന്ന് വയ്ക്കാം. അപ്പോൾ സ്പേസ് സേവിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറേ ഷേപ്പിലുണ്ട്, ആപ്പിൾ ഷേപ്പിൽ, നോർമൽ കൂടയുടെ ഷേപ്പിലൊക്കെ. അങ്ങനെ 1000 രൂപ എങ്ങാണ്ട് പറഞ്ഞു, 1200. പിന്നെ കുറച്ച് വില പെശി പിന്നെ 500 രൂപയ്ക്ക് മൂന്നത് വാങ്ങിച്ചു. മൂന്നിനത് അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. എന്താ അറിയില്ല, മൂന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ അപൂർവമാണ്. ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. അതിനല്ലേ 250 പറയണ്ടേ? അല്ലല്ല, എനിക്കറിയില്ല. വാഷബിൾ ആണ്. You coming from Lakshadweep, I coming from New Delhi. Both are same. How new product for my sister? I show you. This is working up to 100 years. This is a make in India apple. അറിയില്ല, എത്രയാടാ? അല്ല, ഫുൾ പാക്കറ്റ് ഇത് കാണിച്ചു തരുന്നയാന്ന്. കാണിച്ചേ ഹനി. Sister, this is not for tattoos. Children are making the school the greeting card. Children are making the school. ശേഷം കണ്ടേ. കൊള്ളാം, അവനാക്കിട്ടേ. It's a very nice product for mother also, and there is no weight. And you go to YouTube, write the magic supply envelope, and I am also coming in Lakshadweep, your mobile computer. How to make the school activity, how to, and there is no weight. If you going to flight, there is no carry problem. എത്രയാന്ന്? Sketch use. Okay. This is a normal sketch pen. Okay. You can any sketch pen put into tube. The pin are coming from this point. Not open the cap and close the. Just blowing the whistle. You Okay. can use the brush paintings. Okay. This is used in children's school projects paper. You can make any drawings. You can use the permanent marker for glass painting, t-shirt paint and mug painting. Glass painting also. Children are making the school base അത് paper. കൊള്ളാം. അത് വാങ്ങിച്ചോ? Children are making the greeting card for Mother's Day, Teacher's Day, Father's Day. Children are making the school projects paper. You can come your house and I'm telling you to have a nice day. And Nanni for my Lakshadweep sister, and there's a fixer bed. And you go to YouTube, write the magic spray envelope, and I am also coming in Lakshadweep, your mobile and computer. How to make the school activity. If you buy anybody gift, your sister son, brother son, there is very nice gift for any kids and any mother. This is Make in India apple. This is not available all world in anywhere. എത്ര ചോദിക്കേ? വാങ്ങിക്കേ. ഇത് എത്രയാന്ന്? 250 fixed price, no bag. We have no bag. കിഡ്സിന്റെ ഓഫീസാ? ഫോട്ടൊക്കെ മാതിരി. മുനിസിപ്പൽ കോർപ്പറേഷൻ ഷിംല, ഹെൽത്ത് മിനിസ്ട്രി. ഓക്കെ.
അല്ല ഞാനിത് ഈ ഫോർട്ട് പോലെ എന്താന്ന് നോക്കിയത്. അപ്പോൾ അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹെൽത്ത് മിനിസ്ട്രിയാണ്. ഇത് കൊള്ളാലോ, 50% ഓഫ് വൂളൻ സൂട്ട്സ്. നോക്കിയേ ഷാഫി, അതിന്റെ രോമം നോക്കി. ഹിമാലയൻ പട്ടി തന്നെ നോക്കൂ. ഇതിങ്ങനെ കിലോമീറ്ററുകളോളം താഴോട്ട് മുമ്പോട്ട് കിടക്കുകയാണ് മാൾ റോഡ്. നമ്മൾ എത്ര നടന്നിട്ടും തീരുന്നില്ല. അപ്പം അത്രയും കടകളും ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഒരു 9 മണി 10 മണിക്ക് ആകുമ്പോഴത്തേക്കും അടക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 11-12 വരെയൊക്കെ നല്ല ആക്റ്റീവായിരിക്കുന്ന ഷിംലയിലെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസാണ് മാൾ റോഡ്. അപ്പോൾ ഈ മാൾ റോഡിൽ ഷിംലയിലത്തെ മാൾ റോഡ് അറിയപ്പെടുന്നത് ദി റിഡ്ജ് എന്നാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഒരു സൈഡിൽ ഒരു ചേർച്ച്, അതേപോലെ ഹെറിറ്റേജ് മ്യൂസിയം, പിന്നെ വുഡിൻ്റെ സാധനങ്ങൾ മാത്രമുള്ള ഒരു മാർക്കറ്റ്, അങ്ങനെ കുറേ ഈ മാൾ റോഡിൻ്റെ വേറൊരു ഭാഗത്തുണ്ട്. അത് പക്ഷെ ഇപ്പോൾ ഇത്രയും രാത്രിയായ കാരണം ഞങ്ങൾക്ക് പോയാലും കാണാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് അടുത്ത ദിവസം രാവിലെ പോവാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാനൊക്കെ കുറെ സ്ഥലം. എല്ലാരും 3 പേരും സ്ട്രോളറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിക്കാനൊക്കെ കുറെ സ്ഥലമുണ്ട് കേട്ടോ. സാർവജനിക് സ്ഥാൻ പർ ധൂമ്രപാൻ കർണ മനാഹേ. ഇടി നോക്ക് രാജു, അതിൽ കൊണ്ടുപോകുന്നത് നല്ല ക്യൂട്ടായിരിക്കുന്നില്ല അതിനെ. ഇവിടുത്തെ ഡസ്റ്റ്ബിൻ നോക്കി, അതും കൂടി നല്ല സ്റ്റൈലിഷാണ്. നോക്ക്, ആർക്കെന്താ വേണ്ടത്? ശേഷാദിനോ എന്താണ് വേണ്ടേ? വാരി എല്ലാം ക്ലീൻ ചെയ്ത്. ഡസ്റ്റ്ബിൻ നോക്കിയേ, നിനക്ക് സ്ഥലമില്ലേ ഇത്രയും വലിയ റോട്ടിൽ? നീ എന്തിനാ എൻ്റെ പുറകിൽ നടക്കുന്നത്? മായ റെസ്റ്റോറൻറ്റ്. തണുത്തിട്ട് വയ്യ. 4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇവിടെ ആയിരുന്നോ? ഇവിടെ ആയിരുന്നു തോന്നുന്നു. ചോദിച്ചേ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണെ. അപ്പോൾ ആ വഴിയിൽ കണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സിൻ്റെ മുമ്പിൽ നിറയെ സ്ട്രോളേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെയും കണ്ടില്ല ആൾക്കാരൊക്കെ സ്ട്രോളറിൽ കുട്ടികളെയും പിന്നെ ഒരു കുഞ്ഞു ക്യൂട്ട് പട്ടീനെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ഓർത്തത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതിവിടെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആക്സസിബിളായിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അല്ല, അതിന് റെൻ്റ് ഉണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ 300 രൂപ എങ്ങാണ്ടാണ് റെൻറ്റ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോളർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവർ കണ്ട രാത്രി തന്നെ എല്ലാം ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നല്ല ക്ലീൻ സിറ്റിയാണ് ഷിംല. ഇവിടെ നമുക്ക് കാര്യമായിട്ട് അങ്ങനെ വേസ്റ്റോ ഒന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഹനി മുമ്പിൽ ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ കൂടെയുള്ള 2 കുട്ടികൾക്കാണെങ്കിൽ ത്രോട്ട് പെയിൻ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ നിന്ന് കഴിക്കുന്നതും മോശമല്ലേ. അത് കാരണം അവർ വേറെ കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ നിന്നപ്പോഴത്തേക്കും ഹനി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഇതേ മോൻ്റെ കൈയും പിടിച്ച് ഓടുകയാണ്. അവിടെ ജലാട്ടോ ഉണ്ട്. ജലാട്ടോ നമുക്ക് വാങ്ങിക്കാം. വലിയൊരു ഐസ്ക്രീം കട കിട്ടി. ജലാട്ടോ തോന്നുന്നു. നോക്കാം. ഏതാ വേണ്ടതെന്ന് നോക്കൂ. ജലാട്ടോ ചീസ് കൊൻസാ ഫ്ലേവർ ഹനി ഏതാ വേണ്ടത്? മാംഗോ വേണോ സ്ട്രോബെറി വേണോ? स्ट्रॉबेरी कौन कितने का है भैया? 165 ना. एक का स्ट्रॉबेरी कौन दे दो. ओके. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീം കട കണ്ടുപിടിച്ചു. അവിടെ ആക്ച്വലി ഐസ്ക്രീം അല്ല, ജലാട്ടോ ആണുള്ളത്. അപ്പോൾ എനിക്ക് അതായാലും മതി. ജലാട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഐസ്ക്രീമാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു
കാറൊക്കെ അവിടെ ഉണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങളത് ഒരു ജലാട്ടോ ഒക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടൽ റൂമിൽ പോവാണ്. റോസ് ഷേപ്പിലായിരുന്നു അല്ലേ? ഞങ്ങളങ്ങനെ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഇനി നമുക്ക് ഡിന്നറും കഴിച്ച് ഉറങ്ങി നാളെ രാവിലെ മാൾ റോഡിലത്തെ പകലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. പറയ്. കുഞ്ഞിന് നല്ല പല്ലായിരുന്നു. ചപ്പാത്തി, ഫ്രഞ്ച് ചപ്പാത്തി ഉണ്ട്, കുറച്ച് ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, സബ്ജി സബ്ജി ഉണ്ട്, ദാലുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്.